ജേബിന് നിങ്ങൾ ഇന്ന് അടയാളപ്പെടുത്തിയ ഈ മിനിറ്റുകൾ, ഈ നിമിഷങ്ങൾ വളരെ കൃത്യമായി അത് സേവനമാക്കി മാറ്റിയാൽ മാത്രമാണ് നമുക്ക് നിഷാദിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. 40 ലക്ഷം രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. 40 ലക്ഷം രൂപ എന്തായാലും 35 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ചെലവുകളിലേക്ക് വരും. ഡോണർ ബ്ലഡ് റിലേറ്റീവ് അല്ലാത്തത് കൊണ്ട് പുറത്തു നിന്ന് ഒരാളെ കണ്ടെത്തണം. അതിന്റെ നിയമവശങ്ങളൊക്കെ സുവാത്സാറിനപ്പോഴുള്ളവർക്ക് അറിയും, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഡോണർ വരണം. പിന്നെ അദ്ദേഹത്തിന്റെ ക്രോസ് ചെക്കുകൾ ഞങ്ങൾ നടക്കണം. ഹോസ്പിറ്റലിലുള്ള വിവിധ ടെസ്റ്റുകൾ പൂർത്തിയാകണം. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് വലിയൊരു സംഖ്യ നമുക്കുണ്ടാകണം. ആ സംഖ്യ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ഇതെല്ലാം ഉള്ളപ്പോഴും സകലാധിനാഥനായ ദൈവത്തിന്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വൃഥാവിലാകും. ദൈവം നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിഷാദിന് ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നു, എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഞാൻ പെരുമ്പാവൂരെത്തി, നിങ്ങൾ വീടുകളിലേക്ക് എത്തി. നമ്മുടെ ഇവിടെയുള്ള പൊതുപ്രവർത്തകരൊക്കെ അവരുടെ നിങ്ങൾ നിശ്ചയിക്കപ്പെട്ട് തീരുമാനിക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അങ്ങനെ പല മേഖലകളിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം തിരക്കുള്ളവരാണ്. ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ പാഴാക്കാനില്ലാതെ രാത്രിയിൽ 12 മണിയോട് ചേർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആളുകളാണ്. സ്വന്തം പ്രശ്നങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പൊതുപ്രവർത്തകർ. അവരൊക്കെ കൂടി ഇന്നിവിടുന്ന് പിരിഞ്ഞു പോയതിനു ശേഷം നിഷാദ് എന്നൊരു ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ വീഡിയോയുടെ കേവലം ഒരു പ്രകടനപരത മാത്രമായി തീരും. നമ്മുടെ ഈ ഒത്തുചേരൽ ആർക്കോ വേണ്ടിയുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലായി തീരും. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ആദ്യത്തെ 48 മണിക്കൂറാണ് സോഷ്യൽ മീഡിയയിൽ ഏതൊരു വീഡിയോയ്ക്കും റീച്ച് ലഭിക്കുക എന്ന് നിങ്ങൾക്കൊക്കെ ഒത്ത ബോധ്യമുണ്ട്. നമ്മൾ ആ 48 മണിക്കൂർ സമയം കൊണ്ട് വളരെ കൃത്യമായി ലോക മനസാക്ഷികളുള്ള മലയാളികളിലേക്ക് ഇത് നിരന്തരം എത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് കാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് ഒരു ആൻഡ്രോയിഡ് ഫോണിന്റെ ടച്ച് സ്ക്രീനും അതോടൊപ്പം തന്നെ ചുരുങ്ങിയ GB നെറ്റും നമ്മളുടെ ഒരു മനസ്സാന്നിധ്യവും ഉണ്ടെങ്കിൽ ഇത്രയേറെ സുപ്രസാധ്യമായി ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വേറെ ഏതൊരു പോപ്പടിയാണ് ഈ സംഗമത്തിന് നിർദ്ദേശിക്കാനുണ്ടാവുക. നമ്മളിവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്താമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. എത്ര മനുഷ്യരുടെ അധ്വാനം അതിനുണ്ടാകണം, ആരെയെല്ലാം സമീപിക്കണം, എവിടെ നിന്നെല്ലാം സംഭാവന സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെ സ്വീകരിക്കുമ്പോഴും നമുക്കതിന് കണ്ടെത്തേണ്ട ക്യാപിറ്റലിന്റെ പകുതി മാത്രമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ബാക്കി നമ്മുടെ വ്യവസായ പ്രമുഖരും സമൂഹത്തിന്റെ സമ്പന്നരും ഒക്കെ ചേർന്ന് അവരുടെ ഭാഗമായി നൽകുമ്പോഴാണ് അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഗാനമേള സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഏറ്റവും കുറഞ്ഞത് ഓർക്കസ്ട്രയ്ക്കും സംവിധാനത്തിനും 2 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വരുന്ന ട്രൂപ്പിന്റെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇതൊക്കെ കൂടി 4-4.5 ലക്ഷം രൂപയോളം കണ്ടെത്തിയാലാണ് ഒരു ഗാനമേളയിലൂടെ നമുക്ക് ചികിത്സാ സഹായം സമാഹരിക്കാൻ കഴിയുക. അത് ചിലപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ചിലപ്പോൾ +50% കൂടി കിട്ടി എന്ന് വന്നേക്കാം. പക്ഷെ അപ്പോഴും 10 ലക്ഷം എന്നിവർ കടമ്പ കടക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കണമെന്നില്ല. പക്ഷേ ലോക മനസാക്ഷി ഉണരുമ്പോ നമ്മളുടെ മുമ്പിലെത്തുന്ന ഒരു കുടുംബനാഥന്റെ ഒരു ചെറുപ്പക്കാരന്റെ ദീനയോധനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കാരുണ്യമായി അത് മാറുമ്പോ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകളും ഞങ്ങളൊക്കെ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാറുണ്ട്. ആരും അതിൽ 50,000 ഇടുന്നവരുണ്ടാകില്ല, അപൂർവം ചില ആളുകൾ ഒഴികെ. അതിൽ ലക്ഷത്തിന്റെയോ അതല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെയോ കണക്കുകൾ കാണാൻ സാധിക്കില്ല. യാതനയ്ക്ക് വേദനം പറ്റാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായ സേവക പ്രവർത്തനമുള്ളവർ, സേവന രംഗത്ത് സജീവമായി നിൽക്കുന്നവർ, അതുപോലെ ആറുമുഖന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ പാടത്തും പറമ്പിലും പണി ചെയ്യുന്ന സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, ശരാശരി 500 രൂപ എന്നതിലേക്കാണ് നമ്മുടെ ഈ വീഡിയോകളിലേക്കൊക്കെ ഫണ്ട് വരാറുള്ളത്. അപ്പോ ആയിരക്കണക്കിന് ആളുകൾ 500 രൂപ ചേർത്ത് വെക്കുമ്പോഴാണ് 40 ലക്ഷം എന്ന നമ്മുടെ സംഖ്യ തികയുന്നത്. അതിനുവേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യും. സാജൻ കേച്ചേരി എന്ന അദ്ദേഹത്തിന്റെ ജനകീയമായ പേജിൽ, സോഷ്യൽ വർക്കിന് വേണ്ടി സ്ഥാപിച്ച രൂപീകൃതമായിട്ടുള്ള പേജിൽ വളരെ കൃത്യമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് ഇവിടെ ഇപ്പോൾ 4 വാട്സാപ്പ് കൂട്ടായ്മകളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെ 2000 പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ആളുകൾ 2000 പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു.
2 വാട്സാപ്പ് ഗ്രൂപ്പുകളിലാക്കി 2000-ഓ 5000-ഓ 5 വാട്സാപ്പ് ഗ്രൂപ്പുകളിലായി 5000-ഓ ആളുകൾ വന്നാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നില്ല. അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി പറയുന്നു, 1000 പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ 1000 പേരും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന വിശ്വാസമൊന്നും നമുക്ക് ആർക്കുമില്ല. പക്ഷേ 25 ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 280 പ്രവർത്തകർ, 280 ആളുകളെങ്കിലും ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെങ്കിലും മുമ്പോട്ട് വന്നാൽ മാത്രമാണ് ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും നമുക്ക് ജീവസിദ്ധതാക്കി മാറ്റാൻ സാധിക്കും. വാട്സാപ്പിൽ ആളുകൾ വന്നു, കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു, സംഘാടകരെ വിമർശിച്ചു, അതല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകരെ വിമർശിച്ചു, രാഷ്ട്രീയമായ ചില നിറങ്ങൾ കലർത്താൻ ശ്രമിച്ചു. ഇതുകൊണ്ടൊക്കെ നമ്മുടെ കൂട്ടായ്മയെ പരസ്പരം അലങ്കോലപ്പെടുത്തി പിരിച്ചുവിടാൻ സാധിക്കുമെന്നതിനപ്പുറം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിവെട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ആത്യന്തികമായി ഒന്നാമതായി നമുക്ക് ദൈവപ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോ സുബൈർ ഇവിടെ വന്നത് ദൈവപ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. എന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ദൈവപ്രീതിയാണ്. പിന്നെ വാങ്ങിക്കുന്നത് ചുരുങ്ങിയ വാഹന ചെലവും വന്ന സംഘാടകരുമായി ബന്ധപ്പെട്ട ചെലവുമാണ്. അതൊന്നും ഒരു സംഖ്യ ക്ലിപ്തപ്പെടുത്തി വാങ്ങുന്നതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റിക്കാർ പറയുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിന് വേണ്ടി നിങ്ങളൊരു സംഖ്യ കാണണമെന്ന് അഡ്വാൻസായി പറയുന്ന രീതിയില്ല. കാരണം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ തൊഴിലും കാര്യങ്ങളും ഒക്കെ ഇനി ഓവർടൈം ചെയ്തിട്ടാണെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ സമാഹരിക്കുന്ന ഒരു സംഖ്യയിൽ നിന്ന് ഇതേപോലെ രോഗിയായ, ഭവനരഹിതരായ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അശരണരായ, പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കൂടെ ഒന്ന് താങ്ങി നിർത്താൻ കഴിയുമെങ്കിൽ അത് ഇരട്ടി മധുരമായി തീരും, പുണ്യത്തിനു മേലുള്ള പുണ്യമായി തീരുമെന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്ന ഉടൻ നമ്മൾ ആദ്യമായി പോയി ആ വീഡിയോയുടെ താഴെ സാജൻ കേച്ചേരി എന്ന പേജിന്റെ താഴെ പോയി ഒരു ലൈക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു ലൈക്കായി ഫേസ്ബുക്ക് അതോറിറ്റിയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൃത്യമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ലൈക്കുകൾ കൂടുന്തോറും എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ ഇതിനെ ലൈക്ക് ചെയ്യാനുണ്ടായ സാഹചര്യം എന്നതിന്റെ അതോറിറ്റി ചിന്തിക്കും. രണ്ടാമതായി ഒരു 30 സെക്കൻഡ് നമ്മൾ ആ വീഡിയോ ഒന്ന് കാണണം. പൂർണ്ണമായി കാണാൻ കഴിയുന്നവരങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30 സെക്കൻഡ് സമയമെങ്കിലും നമുക്ക് വീഡിയോ ഒന്ന് കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു വ്യൂവറായി മാറുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വിജയിക്കണമെങ്കിൽ ഒന്നാമതായി ലൈക്ക് ചെയ്യപ്പെടണം, രണ്ടാമതായി അതിന് വ്യൂവേഴ്സ് ഉണ്ടാകണം, മൂന്നാമതായി കമന്റുകൾ വരണം. അനുകൂലമായ കമന്റുകൾ വരുന്നിടത്ത് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ഈ രോഗിയെ അറിയുന്നതാണ്, എന്റെ അയൽക്കാരനാണ്, ബന്ധുവാണ്, സഹപാഠിയാണ്, അർഹനാണ് എന്ന് രേഖപ്പെടുത്തുന്ന നമ്മുടെ ഒരു സർട്ടിഫിക്കേഷൻ കൂടി നൽകണം. അങ്ങനെ നോട്ട് ചെയ്ത് നമ്മൾ പോയി ഒന്നാമതായി ലൈക്ക് ചെയ്യുക, രണ്ടാമതായി വ്യൂവർ ആകുക, മൂന്നാമതായി കമന്റ് ചെയ്യുക, നാലാമതായി പാരാവാരം പോലെയുള്ള സാമൂഹ്യ ബന്ധങ്ങളെ